ഹലോ, നമസ്കാരം. ഇന്ന് നമ്മളുടെ ടോപ്പിക്ക് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചാണ്, അതല്ലെങ്കിൽ ബ്രസ്റ്റ് ഡിസീസസിനെ കുറിച്ചാണ്. പല പേഷ്യൻസും നമ്മളുടെ അടുത്ത് വരുമ്പോൾ ഒരു ബ്രസ്റ്റിലൊരു തടിപ്പുണ്ട്, അല്ലെങ്കിൽ ബ്രസ്റ്റിലൊരു വേദന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആണ്. അതിന് പ്രധാന കാരണം ബ്രസ്റ്റ് ക്യാൻസർ ആണോ എന്നുള്ളൊരു പേടിയാണ്. നമ്മൾ ബ്രസ്റ്റിൽ വരുന്ന തടിപ്പുകൾ അല്ലെങ്കിൽ വേദനകൾ എല്ലാം ബ്രസ്റ്റ് ക്യാൻസറുകളല്ല. കുറേ അസുഖങ്ങൾ ബ്രസ്റ്റിൽ തടിപ്പായിട്ട് വരും. ഒന്ന് നമുക്ക് ഫൈബ്രോയിഡിനോമ വരാം, അതല്ലെങ്കിൽ ലൈപ്പോമ വരാം. ബ്രസ്റ്റ് ഫീഡിങ് സമയത്താണെന്നുണ്ടെങ്കിൽ കാലക്ടോസിൽ വരാം, അതുപോലെ തന്നെ ബ്രസ്റ്റ് ആബ്സസ് വരാം. അപ്പോൾ ഇതും അല്ലെങ്കിൽ ഫില്ലോയിഡ്സ് ട്യൂമർ എന്ന് പറഞ്ഞ അസുഖമുണ്ട്. ഫില്ലോയിഡ്സ് ട്യൂമർ രണ്ട് തരത്തിലുണ്ട്. ഫില്ലോയിഡ്സ് കുറച്ച് മാലിഗ്നന്റ് ടൈപ്പ് ആണെങ്കിൽ കുറച്ച് വീണ്ടും അത് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാം. അപ്പോൾ ഇതിൽ അങ്ങനത്തെ പേഷ്യൻസ് അതുപോലെ തന്നെ തടിപ്പായിട്ട് അല്ലെങ്കിൽ വേദന ആയിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണിക്കുക. അത് ബ്രസ്റ്റ് ക്യാൻസർ അല്ല, അത് കുഴപ്പമില്ലാത്ത ഒരു അസുഖമാണെന്ന് ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തണം. ഓക്കെ, അതിന് നിങ്ങളുടെ അടുത്തുള്ള ഒരു സർജനെ കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് അതിനുള്ള ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് ഒക്കെ ചെയ്ത് നമ്മൾ രോഗനിർണയം നടത്തണം. ഓക്കെ, അപ്പോൾ ബ്രസ്റ്റിലൊരു തടിപ്പുണ്ട് അല്ലെങ്കിൽ വേദന ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒന്നുകിൽ ഒരു ബ്രസ്റ്റ് അൾട്രാസൗണ്ട് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ എൽഡർലി പേഷ്യൻ്റ് ആണ്, കുറച്ച് 50 വയസ്സിന് പ്രായം കൂടുതലുള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്യും. മാമോഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു അൾട്രാസൗണ്ട് സ്റ്റഡി ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ ചെറിയ സ്റ്റഡിയാണ് മാമോഗ്രാം. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു സ്റ്റഡിയാണ് മാമോഗ്രാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ അത് ചെയ്യാം. പിന്നെ അതിൽ മാമോഗ്രാം സ്റ്റഡിയിൽ എന്തെങ്കിലും ഒരു കുറച്ച് സ്റ്റേജിങ് ചെയ്യും, ഏത് തരത്തിലുള്ള തടിപ്പാണ് അതെന്നുള്ളത് സ്റ്റേജ് ചെയ്യും. അതിന് നമ്മൾ ബൈറാഡ് സ്റ്റേജിംഗ് എന്ന് പറയും. അപ്പോൾ ബൈറാഡ്സ് 4 or 5 ആണെന്നുണ്ടെങ്കിൽ നമ്മളത് കുത്തിരുത്ത് പരിശോധനയ്ക്ക് അയക്കണം. അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് ബാക്കി ചികിത്സകൾ. നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്നുണ്ടെങ്കിൽ സ്റ്റേജ് 1 and 2 ഡിസീസ്, സ്റ്റേജ് 1, സ്റ്റേജ് 2 ഡിസീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സർജറി ആദ്യം ചെയ്യേണ്ടി വരും. സർജറി തന്നെ 2 തരത്തിൽ സർജറി ചെയ്യുന്നുണ്ട്. ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ആയിട്ടും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ മാസ്റ്റെക്ടമി ആയിട്ടും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ടും നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയാണ് ചെയ്യുന്നത്. സ്റ്റേജ് 1, സ്റ്റേജ് 2, അതുപോലെ തന്നെ സ്റ്റേജ് 3A-B ഉണ്ട്. സ്റ്റേജ് 3A-B ഉണ്ട്. സ്റ്റേജ് 3A നമ്മൾ കൺസർവേഷൻ സർജറിയാണ് ചെയ്യുന്നത്. ഇനി അതിലുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നമുക്ക് പോസിബിൾ അല്ല എന്ന് സർജന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ദെൻ വിൽ നമ്മളെ പേഷ്യൻറ്റിനെ ഒരു കീമോതെറാപ്പിക്ക് നമ്മളെ പേഷ്യൻറ്റിനെ വിടും. കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്യും. അതുപോലെ തന്നെ ഈ സർജറി കഴിഞ്ഞ് സ്പെസിമെൻ ബയോപ്സിക്ക് വിട്ടതിന് ശേഷം അതിൻ്റെ റിപ്പോർട്ട് അനുസരിച്ചിട്ട് നമ്മൾ റേഡിയേഷൻ വേണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കും. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് നിർണയിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് വീണ്ടും സ്റ്റേജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ CT സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. നെഞ്ഞിൻ്റെയും വയറിൻ്റെയും CT സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും. അതല്ലെങ്കിൽ ഹോൾ ബോഡി പെറ്റ് സ്കാൻ ചെയ്ത് നോക്കേണ്ടി വരും, എവിടേക്കെങ്കിലും സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇതാണ് ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു അവബോധം. ഓക്കെ, ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ചെറിയൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു ബ്രസ്റ്റ് ക്യാൻസർ. അപ്പോൾ ആർക്കൊക്കെ ഇത് സ്ക്രീനിങ് ചെയ്യണം എന്നുള്ളത് ഭയങ്കര ഒരു ഡിലേമയാണ്. മലബാർ ഏരിയയിലോട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പേഷ്യൻസ് ഭയങ്കര സ്ക്രീനിങ് ചെയ്യാൻ ഭയങ്കര റിലക്റ്റൻസി കാണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. കാരണം ഞാൻ തൃശ്ശൂർ വർക്ക് ചെയ്തപ്പോൾ അവിടെ കൂടുതൽ പേഷ്യൻസും സ്റ്റേജ് 1, സ്റ്റേജ് 2 നമ്മൾ കൂടുതലായിട്ട് കണ്ടിരുന്നത്. പക്ഷെ ഞാനിപ്പോൾ മലപ്പുറം ഏരിയയിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പേഷ്യൻസ് കൂടുതലും സ്റ്റേജ് 3, സ്റ്റേജ് 4 പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദാറ്റ് ഷോസ് മലപ്പുറം അതുപോലെ തന്നെ മലബാർ ഏരിയയിലുള്ള പേഷ്യൻസിൽ കുറച്ചും കൂടെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ചുള്ളൊരു അവബോധം ഉണ്ടാകേണ്ടതുണ്ട് എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആരൊക്കെ ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം? ഒന്നാമത് 40 വയസ്സിന് മുകളിലുള്ള എല്ലാ സ്ത്രീകളും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഫാമിലിയിൽ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ അതുപോലെ തന്നെ
വയറിലെ ക്യാൻസർ, കുടലിൽ വൻകുടലിലെ ക്യാൻസർ, അതുപോലെ തന്നെ ഓവറിയൻ ക്യാൻസർ, മലാശയത്തിലുള്ള ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നീ ക്യാൻസറുകൾ ആർക്കെങ്കിലും കുടുംബത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിൽ പെട്ട സ്ത്രീകൾ, 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ എന്തായാലും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം. ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യാൻ നമ്മൾ 40 വയസ്സിന് താഴെയുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാം. ബ്രസ്റ്റ് അൾട്രാസൗണ്ട് സ്കാനിങ്. 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ഒരു മാമോഗ്രാം സ്റ്റഡി ചെയ്യേണ്ടതാണ്, നിർബന്ധമാണ്. എല്ലാ ഫാമിലി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യേണ്ടതുണ്ട്. അത് ക്ലിനിക്കൽ സ്ക്രീനിങ് ആകാം, അതല്ലെങ്കിൽ ഇമേജിങ് സ്റ്റഡി, അതായത് മാമോഗ്രാം ചെയ്തിട്ട് സ്ക്രീനിങ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മുമ്പ് ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. ഓക്കെ. മുമ്പ് ഒന്നെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ആകാം, അതല്ലെങ്കിൽ വയറിൽ ആമാശയത്തിലോ അല്ലെങ്കിൽ വൻകുടലിലെ ക്യാൻസർ, അതുപോലെ തന്നെ ഓവറിൻ ക്യാൻസർ, ഇങ്ങനത്തെ ക്യാൻസറുകൾ വന്നിട്ടുള്ള പേഷ്യൻസ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഏകദേശം ക്യൂർ ആയിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന പേഷ്യൻസും അവരും ബ്രസ്റ്റ് ക്യാൻസർ സ്ക്രീനിങ് ചെയ്യണം, നിർബന്ധമാണ് അവർക്ക്. ഓക്കെ. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഗുഡ് ബൈ, അസ്സലാമു അലൈക്കും.